ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഷെരാഷ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചൈനീസ് റെസിപ്പി മോമോസ് ആണ്. അപ്പോ ഇത് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. സോ എങ്ങനെയാണത് ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയിട്ട് വന്നാലോ. അപ്പോ ആദ്യമായിട്ട് നമ്മളിവിടെ 2 കപ്പ് മൈദ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചു കൊടുക്കാം. കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ മൈദയിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് തടവിയിട്ട് ഒരു 2 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാട്ടോ. ഇനി നമ്മൾ അതിലേക്ക് മോമോസിലേക്കുള്ള ഫില്ലിങ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഒരു പാൻ വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാണ്. ആദ്യമായിട്ട് ഇതിലേക്ക് ചേർത്തെടുക്കാൻ പോകുന്നത് സവോളയാണ് കേട്ടോ. 3 ചെറിയ സവോളകളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടാൻ പാകത്തിന് നമുക്ക് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ ആഡ് ചെയ്തതിനു ശേഷം ഇത് വഴന്നു വന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ മസാലാസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾ സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാലയാണ് ഇടുന്നത്. 1 ടീസ്പൂൺ ആണ് നമ്മളോട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എല്ലാം നമുക്ക് 1 ടീസ്പൂൺ ചേർത്താൽ മതി, അല്ലെങ്കിൽ വളരെ ആയിട്ട് എരിവ് കൂടും. ഇനി ഗരം മസാലയും നമ്മൾ 1 ടീസ്പൂൺ ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് ചാട്ട് മസാല ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നടുക്കിൽ ഇത്തിരി സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഒരു 4 മുട്ടയാണ് നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3-4 അള്ളി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇത്തിരി പെപ്പർ പൗഡറും കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്താല് നമ്മുടെ മോമോസിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആവും കേട്ടോ. നമുക്ക് ആ ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മോമോസ് ഒക്കെ ആവിയിൽ വേവിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഇഡ്ലി ചെമ്പാണ് വെച്ചേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇത്തിരി ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഗീ ആണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ മോമോസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കാണുന്നത് പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ.
നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ അതേ സെയിം ടേസ്റ്റിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ നിങ്ങളുടെ വെക്കേഷനൊക്കെ വരുമ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്കും ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.